ഹൈറേഞ്ച് മേഖലയിൽ 1964 ചട്ടമനുസരിച്ച് വിതരണം ചെയ്ത പട്ടയഭൂമിയിൽ നിർമ്മിച്ചിട്ടുള്ള എല്ലാ കെട്ടിടങ്ങളും ഉപാധിരഹിതമായി ക്രമവൽക്കരിക്കുമെന്ന മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ പ്രസ്താവന ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത്. 2019 ഓഗസ്റ്റ് മാസം 22-ാം തീയതി അകാരണമായി ഇടതുപക്ഷ ഗവൺമെന്റ് കൊണ്ടുവന്ന കെട്ടിട നിർമ്മാണ നിരോധനം, അതിനുശേഷം അവർ ഫീസ് ഈടാക്കി അത് ക്രമവൽക്കരിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള നിയമ ഭേദഗതി, ഇവയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മറ്റ് ജില്ലകളിലെ ആളുകൾക്ക് ലഭിക്കുന്ന അതേ സ്വാതന്ത്ര്യവും അവകാശവും ഇടുക്കി ജില്ലയിലെ ആളുകൾക്കും ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ബഡ്ജറ്റിലൂടെ എല്ലാ നിർമ്മാണങ്ങളും ഉപാധിരഹിതമായി ക്രമവൽക്കരിക്കും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഇടതുപക്ഷ മുന്നണി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച എടുത്തു കളയുന്നതിന് അതിലൂടെ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. മുഖ്യമന്ത്രിയെ പ്രത്യേകമായി അഭിനന്ദിക്കുക. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, കോടതികളിൽ പെൻഡിംഗായി നിൽക്കുന്ന ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട കേസുകൾ അവിടെ കൃഷിക്കാർക്ക് അനുകൂലമായി തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഗവൺമെന്റ് നടത്തും. ഇത്രയും നാളും ഉണ്ടായിരുന്നത് ഉദ്യോഗസ്ഥന്മാർക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് നടന്നിരുന്നത് എങ്കിൽ UDF ഗവൺമെന്റ് നടത്തുന്നത് ജനങ്ങൾക്കും കൃഷിക്കാർക്കും അനുകൂലമായ നീക്കമായിരിക്കും കോടതിയിൽ നടത്താൻ പോകുന്നത്. CHR ഭൂമി അത് റവന്യൂ ഭൂമിയാണ് എന്ന് സുപ്രീം കോടതിയിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിന് തീർപ്പുണ്ടാക്കും എന്ന് ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നു. അതുകൂടാതെ ഏലത്തോട്ടങ്ങളിൽ നിർമ്മിച്ചിട്ടുള്ള നിർമ്മാണങ്ങൾ അത് നിയമപരമാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അത് നിയമവിരുദ്ധമാണ് എന്നാണ് LDF ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ അത് നിയമപരമാണ് എന്ന് സ്ഥാപിച്ചെടുക്കുന്ന അല്ലെങ്കിൽ നിയമപരമാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി ഗവൺമെന്റ് മുമ്പോട്ട് പോകുമെന്ന് വളരെ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ജില്ലയിലെ ജനങ്ങൾക്ക് വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ ഉപാധിരഹിത പട്ടയം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുമ്പോട്ട് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അത് ഈ കഴിഞ്ഞ കുറെ കാലമായി ഭൂപ്രശ്നം മൂലം നട്ടം തിരിഞ്ഞുകൊണ്ടിരുന്ന ഹൈറേഞ്ച് ജനത, ഈ ഭൂപ്രശ്നം മൂലം പലപ്പോഴും ഈ ജില്ല വിട്ടുപോകാൻ പോലും നിർബന്ധിതമായ ഇടുക്കി ജില്ലയിലെ ജനത, അവർക്ക് ഒരു പുതിയ പ്രതീക്ഷ ഈ പ്രഖ്യാപനത്തിലൂടെ മുഖ്യമന്ത്രി നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൂടാതെ ഫാം ടൂറിസം പ്രോത്സാഹിപ്പിക്കുമെന്ന് പറയുമ്പോൾ അത് ഇടുക്കി ജില്ലയിൽ അത് ടൂറിസത്തിന് വലിയ കരുത്തേകും. കൃഷിക്കാർക്ക് റബ്ബറിന് 250 രൂപ തറവില കൊടുക്കുമെന്നുള്ളത് റബ്ബർ കർഷകർക്ക് അത് അവർ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു പ്രഖ്യാപനമാണ്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, അതോടൊപ്പം തന്നെ വൺ കേരള കരുതൽ പദ്ധതി, ഇവയെല്ലാം ബുദ്ധിമുട്ടനുഭവിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പ്രത്യേക പദ്ധതികളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതികളും അതോടൊപ്പം തന്നെ നമ്മുടെ ഇടുക്കി മെഡിക്കൽ കോളേജ് അതിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി, അതിൻ്റെ വികസനത്തിന് വേണ്ടി പ്രത്യേക ഫണ്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ ഹൈറേഞ്ച് മേഖലയ്ക്ക് വളരെ ആശ്വാസമാണ്. കാരണം എല്ലാ ചികിത്സയ്ക്കും വേണ്ടി നമ്മൾ കോട്ടയത്തേക്ക് പോകേണ്ട ആ ഒരു സ്ഥിതിക്ക് മാറ്റമുണ്ടാകുന്നതിന് ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ വികസന പ്രവർത്തനങ്ങൾ സഹായകരമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ വിപ്ലവകരമായ നിരവധിയായ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്ന ഈ ബഡ്ജറ്റ് കേരളത്തിന് പൊതുവെയും അതോടൊപ്പം തന്നെ ഇടുക്കിയിലെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ് നിങ്ങൾക്കായി ഒരുക്കുന്ന ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ പുതിയ ഷോറൂം മിറ. ഉദ്ഘാടനം ചെയ്യാൻ നിങ്ങൾക്കൊരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക, ഈ വീഡിയോയുടെ താഴെ മിറ എന്ന് കമന്റ് ചെയ്യുക, കൂടാതെ വീഡിയോ ഷെയർ ചെയ്യുക. ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാളായിരിക്കും ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക. കൂടാതെ ആ ഭാഗ്യശാലിക്ക് ഒരു ഡയമണ്ട് നെക്ലേസ് സമ്മാനമായി ലഭിക്കും. ഈ സുവർണാവസരം പാഴാക്കരുത്. മിറ ബൈ പവിത്ര ഗോൾഡ്.